أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. صدق الله العلي العظيم. സർവ്വധന്യനായ സത്യവിശ്വാസികൾ, ഈ പരിശുദ്ധമായ ഭവനത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ സ്വർഗീയ ലോകത്ത് നാം എവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പമാർ, അമ്മമാർ, ബന്ധുമിത്രാദികൾ, ജ്യേഷ്ഠ സഹോദരി സഹോദരന്മാർ, ഈ പള്ളിക്ക് ചുറ്റും അന്വേഷണം കൊള്ളുന്നവർ, സർവ്വലോകം അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലെ 58-ാമത്തെ അധ്യായം സൂറത്ത് മുജാദല, ആ സൂറയുടെ 1-ാമത്തെ ആയത്താണ് ഞാൻ ഓതിക്കേൾപ്പിച്ചത്. പരിശുദ്ധ ഇസ്ലാം കടന്നു വരുന്നതിന്റെ മുമ്പ് അറേബ്യയിലെ ജാഹിലിയ കാലഘട്ടത്തിൽ നിസാരമായ കാരണങ്ങൾക്ക് വേണ്ടി, ചെറിയ ചെറിയ പിണക്കങ്ങൾക്ക് വേണ്ടി ഭാര്യമാരെ നിഹാർ നടത്തിയിരുന്നു. നിഹാർ എന്ന് പറഞ്ഞാൽ ത്വലാഖിന്റെ മറ്റൊരു രൂപമാണ്. അൻതി കമഹരി ഉമ്മി എന്ന് ഭാര്യയോട് പറയലാണ്. നീ എനിക്ക് എൻ്റെ ഉമ്മക്ക് സമമാണ് എന്ന് പറയണം. അങ്ങനെ ഒരു സമ്പ്രദായം ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അങ്ങനെ പറഞ്ഞാൽ പിന്നീട് ആ ഭാര്യയുമായിട്ട് ഒരു ബന്ധവുമില്ല, അവളെ ഒരു തരത്തിൽ മൊയ് ചൊല്ലി എന്നർത്ഥം. അങ്ങനെ ഒരു സംഭവം പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നടക്കുകയാണ്. മഹദിയാകുന്ന ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു തആല അൻഹ, അവിടുത്തെ ഭർത്താവാകുന്ന ഔസ് ബിൻ സ്വാമിത് റളിയല്ലാഹു തആല അൻഹു, അവർക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ സൗന്ദര്യ പിണക്കം, ആ പിണക്കത്തിലുണ്ടായ ദേഷ്യത്തിൽ ഔസ് ബിൻ സ്വാമിത് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയാകുന്ന ഖൗലയെ നിഹാർ നടത്തി. പരിശുദ്ധമായ ഇസ്ലാമിലെ ആദ്യത്തെ നിഹാറാണ് ഈ സംഭവമാണ്. നിഹാർ നടത്തിയെന്ന് മാത്രമല്ല, പെട്ടെന്ന് അദ്ദേഹത്തിന് അത് ബോധ്യമാവുകയും സങ്കടം കൊണ്ട് അയാൾ സ്വഹാബിവറ്റിൽ റളിയല്ലാഹു തആല അൻഹു അതിൽ നിന്ന് മടങ്ങുകയും ചെയ്തു, പിൻവലിച്ചപ്പോൾ ഖൗല റളിയല്ലാഹു തആല അൻഹ നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നിഹാർ നടത്തുന്നു, ഇതിൽ പരിശുദ്ധ റസൂലിന്റെ അരികത്ത് നിന്നൊരു തീരുമാനം കാണണം എന്ന് തീരുമാനിക്കുകയും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നു. ഇത് തങ്ങളോട് ഖൗല ബീവി റളിയല്ലാഹു തആല അൻഹ അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്: നബിയെ, വളരെ ചെറിയ പ്രായത്തിൽ യുവതിയായിരിക്കുന്ന സമയത്ത്, അതീവ സൗന്ദര്യമുള്ള സമയത്ത് ഞാനും എൻ്റെ ഭർത്താവാകുന്ന ഔസ് ബിൻ സ്വാമിത് തമ്മിൽ കല്യാണം കഴിഞ്ഞു. എന്റെ വയറ് അയാൾക്ക് വേണ്ടി ഒരുപാട് മക്കളെ ജനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ നിങ്ങളിലുണ്ടായി. പക്ഷെ ഇപ്പൊ ഞാൻ മച്ചിയായി, പ്രായമുള്ള പെണ്ണായി. എന്റെ ഭർത്താവ് ഔസ് എന്നെ നിഹാർ നടത്തിയിരിക്കുന്നു, ഇതിനൊരു മോചനം, ഇതിനൊരു തീരുമാനം നിങ്ങൾ പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൗല ബിൻത് റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഖൗല, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ തീരുമാനങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ലല്ലോ. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇനി
യോജിപ്പിൽ പോകേണ്ടവരല്ല, സെപ്പറേറ്റ് ആയി നിൽക്കേണ്ടവരാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖൗല ബീവി റളിയല്ലാഹു തആല അൻഹ തിരിച്ചു പറഞ്ഞു, ഞങ്ങൾ വിവാഹമോചിതരായിട്ടില്ലല്ലോ, ഇതിൽ നിങ്ങൾ ഒരു തീരുമാനം കാണണം. എന്റെ ഭർത്താവ് തിരിച്ചെടുത്തിട്ടുണ്ട്. നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി, വളരെ നിസാരമായ, ചരിത്രം അത് പറയുന്നുണ്ട്, ആ നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കെട്ടിയ പെണ്ണിനെ ദേശത്തിന്റെ പുറത്ത് ഒഴിവാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആവലാതി ബോധിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ ഖൗല ബീവി റളിയല്ലാഹു തആല അൻഹ ആകാശ ലോകത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അഷ്കൂ ഇലല്ലാഹ് ഫഖതി വവഹദതി വവഹ്ശതി. അല്ലാഹുവേ, ഞാൻ നിന്നോട് ആവലാതിപ്പെടുകയാണ്. ഞാൻ പ്രായമുള്ള പെണ്ണായിട്ട് എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം എനിക്കിനി സാധിക്കൂല. എനിക്കൊരുപാട് മക്കളുണ്ട്. എന്റെ ഈ മക്കളെ എന്റെ ഭർത്താവിന്റെ കൂടെ ഏൽപ്പിച്ചാൽ എന്റെ ഭർത്താവ് ധാരാളം നോക്കുകയില്ല. ഞാനിനി ഏറ്റെടുക്കുകയാണെങ്കിൽ എന്റെ ആരോഗ്യം എന്റെ മക്കളെ നോക്കാൻ പറ്റുന്ന രൂപത്തിലുമല്ല. അതുകൊണ്ട് പടച്ചവനെ, എന്റെ റസൂലിന്റെ മുമ്പാകെ ഇതിനൊരു തീരുമാനം നീ കാണണേ. ഖൗല ബീവി റളിയല്ലാഹു തആല ഇടപെട്ടു. ഖൗല ബീവി റളിയല്ലാഹു തആല വിഷയം പറഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് സൂറത്ത് മുജാദലയുടെ 1, 2, 3, 4 ആയത്തുകൾ അവതരിപ്പിക്കുകയാണ്. ഖദ് സമിഅല്ലാഹു ഖൗലൻ ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹവ്വുറകുമാ. അല്ലാഹുവിന്റെ പ്രഖ്യാപനം വന്നു. ആദ്യത്തെ പരാമർശം തന്നെ നോക്കൂ. ഖദ് സമിഅല്ലാഹു ഖൗലൻ ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹ്. നബിയെ, നിങ്ങളോട് വന്ന് തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ തർക്കിച്ചവൾ, തുജാദിലുക ഫീ സൗജിഹാ, തങ്ങളോട് തർക്കിച്ചവർ, അല്ലാഹുവിലേക്ക് വിഷമം ബോധിപ്പിച്ചവർ, അവളുടെ വർത്തമാനത്തെ അല്ലാഹു കേട്ടിട്ടുണ്ട്. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, അല്ലാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള സംസാരങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് പറഞ്ഞു കൊടുത്തിട്ടാണ് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ അവതരിപ്പിച്ചു. അങ്ങനെ ആരെങ്കിലും അനാവശ്യമായ രൂപത്തിൽ ദിഹാർ നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നീട് തിരിച്ചു വരികയാണെങ്കിൽ അല്ലാഹുവിന്റെ പ്രഖ്യാപനം വന്നു, അല്ലദീന യുദാഹിറൂന മിൻകും മിൻ നിസാഇഹിം മാ ഹുന്ന ഉമ്മഹാതിഹിം. ഭാര്യമാരോട് തന്റെ ഉമ്മയുടെ സ്ഥാനത്താണ് താൻ എന്ന് പറയുന്നത് അത് എത്ര നീചമായ വാക്കുകളാണ്. വഇന്നഹും ലയഖൂലൂന മുൻകറൻ മിനൽ ഖൗലി വസൂറാ. രണ്ടാമത്തെ ആയത്തിൽ അങ്ങനെയാണ് അല്ലാഹു അവസാനിപ്പിക്കുന്നത്. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി നീ എനിക്ക് എന്റെ ഉമ്മക്ക് സമമാണ് എന്ന് പറയുന്ന എത്ര മോശപ്പെട്ട വാക്കാണ്, എത്ര തെറ്റായ വാക്കാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് ഇങ്ങനെയും പറഞ്ഞു, ഇൻ ഉമ്മഹാതുഹും ഇല്ലല്ലാഹി വലദനഹും. അവരുടെ ഉമ്മമാരെന്ന് പറഞ്ഞാൽ അവർക്ക് ജന്മം കൊടുത്തവരല്ലേ, അവരുടെ ഭാര്യമാർ അവർക്ക് ജന്മം കൊടുത്തവരല്ലല്ലോ. അതുകൊണ്ട് നിഹാറിന്റെ വചനങ്ങൾ പറയുന്നവരെ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇത് മാത്രമല്ല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇടപെട്ടത്. ശേഷം പറഞ്ഞു, അങ്ങനെ നിഹാർ നടത്തുകയും വല്ലദീന യുദാഹിറൂന മിൻ നിസാഇഹിം സുമ്മ യഊദൂന ലിമാ ഖാലൂ. അവർ നിഹാർ നടത്തുകയും ആ നിഹാറിൽ നിന്ന് പിന്നീട് അവർ തിരിഞ്ഞു പോരുകയും ചെയ്താൽ, മടങ്ങുകയും ചെയ്താൽ അവർക്ക് റബ്ബിന്റെ ഭാഗത്തു നിന്ന് വിധി ഫതഹ്രീറു റഖബ. അവരാദ്യം ചെയ്യേണ്ടത് ഒരു അടിമയെ മോചിപ്പിക്കണം. ഒരേ സമയം രണ്ട് സമ്പ്രദായങ്ങളെ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പരിശുദ്ധമായ ദീൻ ഇല്ലാതെയാക്കുകയാണ്. ഒന്ന്, അടിച്ചമർത്തപ്പെട്ടിരുന്ന പെണ്ണ് നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ത്വലാഖ് ചൊല്ലപ്പെട്ടിരുന്ന, നിഹാർ നടത്തിയിരുന്ന പെണ്ണിനെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നു. രണ്ടാമത്, അടിമകളെയും അതിലൂടെ മോചിപ്പിക്കുകയാണ്. ഫതഹ്രീറു റഖബ. അവൻ ആദ്യം ഒരു അടിമയെ മോചിപ്പിക്കണം. ഫമൻ ലം യജിദ് ഫസിയാമു ശഹ്റൈനി മുതതാബിഈൻ. അടിമയെ മോചിപ്പിക്കാൻ ഇനി സാധിക്കുന്നില്ല എങ്കിൽ ഫൈത്ത് ശഹ്റൈനി മുതതാബിഈൻ, 2 മാസം തുടർച്ചയായി നാം അനുഷ്ഠിക്കുക. അതിനും സാധിക്കില്ലെങ്കിൽ ഫമൻ ലം യസ്തതി ഫഇത്ആമു 60 മിസ്കീന. അതിനും സാധിക്കില്ലേ, എന്നാൽ 60 മിസ്കീന്മാർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞതിന്റെ ശേഷമേ
പിന്നീട് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പറ്റൂ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ഈ നിഹാറിന്റെ വചനം വരലോടുകൂടി അനാവശ്യമായ കാര്യങ്ങളിൽ, അനാവശ്യമായ വിഷയങ്ങളിൽ, ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കത്തിന്റെ പേരിൽ പെണ്ണിനെ ത്വലാഖ് ചെല്ലുകയും പെണ്ണിനെ മോചിപ്പിക്കുകയും ചെയ്തിരുന്ന, പെണ്ണിനെ അരികുവൽക്കരിക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു സമൂഹത്തെ അതിൽ നിന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റി നിർത്തുകയാണ്. ഖൗല ബീവി റളിയല്ലാഹു തആല അൻഹയും ഉമർ റളിയല്ലാഹു തആല അൻഹു തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടം. ഉമർ റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായി നിൽക്കുന്ന സമയമാണ്. മർറ ബിഹാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫീ ഖിലാഫത്തി വന്നാസ് മഅഹു അലാ ഹിമാർ. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരുപാട് ജനങ്ങളും സഹാബിമാരൊക്കെ കൂടി ഇങ്ങനെ നടന്നു പോകുന്നതിന്റെ ഇടയിൽ ഈ പറയപ്പെട്ട ഖൗല ബീവി റളിയല്ലാഹു തആല അൻഹ കടന്നു വന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു തടഞ്ഞു നിർത്തിയിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരുപാട് ഉപദേശിച്ചു. ഫത്തഖില്ലാഹ യാ ഉമർ, ഉമറെ നിങ്ങൾ ഭരണാധികാരിയാണ്, റളിയല്ലാഹു അൻഹു, അല്ലാഹുവിനെ സൂക്ഷിക്കണം. മരിക്കാനുള്ളതാണ്, മരണത്തെ സൂക്ഷിക്കണം. മരണം കഴിഞ്ഞാൽ ഹിസാബുണ്ട്, ഹിസാബിനെ സൂക്ഷിക്കണം. റബ്ബിന്റെ കോടതിയുണ്ട്, കോടതിയെ സൂക്ഷിക്കണം. ഇങ്ങനെ ഉപദേശം കൊടുത്തുകൊണ്ടേയിരിക്കാൻ സംഭവം വിശദീകരിക്കുന്നു. ഒരുപാട് നേരം ഉപദേശിച്ചു. ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞു. ഖൗല ബീവി റളിയല്ലാഹു തആല അൻഹു തിരിച്ചു പോയപ്പോ സഹാബിമാരിൽ പലരും ചോദിച്ചു, നിങ്ങളൊരു അമീറല്ലേ, ഈ നാടിന്റെ ഭരണാധികാരിയല്ലേ? യാ അമീറൽ മുഅ്മിനീന അത്തഖിഫു ലിഹാദിഹിൽ അജൂസ് ഹാദൽ വഖൂഫ്, ഈ കിളവിക്ക് വേണ്ടിയാണോ ഇത്രയും നേരം നിങ്ങൾ ഇവിടെ നിന്നു കൊടുത്തത്? ആണ് ചോദ്യം. ഒരു കിളവിക്കയുടെ മുമ്പിലാണോ നിങ്ങൾ ഇത്രയും നേരം നിന്നു കൊടുത്തത്? സഹാബത്തിന്റെ ചോദ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, വല്ലാഹി ലൗ ഹബസത്നി മിൻ അവ്വലിൻ നഹാരി ഇലാ ആഖിരി ലാ സിൽതു ഇല്ലാ ലിസ്സലാത്തിൽ മക്തൂബ. ആ സ്ത്രീ ഖൗല ബീവി റളിയല്ലാഹു തആല അൻഹ എന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിർത്തിയിട്ട് ഉപദേശിക്കുകയാണെങ്കിലും 5 വക്ത് നിസ്കാരത്തിന് വേണ്ടിയല്ലാതെ ഞാൻ അവിടെ നിന്ന് മാറുമായിരുന്നില്ല. ആ ഉപദേശം ഇവർ കേൾക്കുമായിരുന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആ പെണ്ണാരാ നിങ്ങൾക്കറിയുമോ? ആ പെണ്ണാരാ നിങ്ങൾക്കറിയോ? അരികുവൽക്കരിക്കപ്പെട്ട ഒരു പെണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിന്റെ വർത്തമാനം ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കണം. ആ പെണ്ണെ അല്ലാഹു 7 ആകാശലോകങ്ങൾക്ക് മുകളിൽ നിന്ന് ഇടപെട്ട പെണ്ണാണ്. അല്ലാഹു കേട്ട പെണ്ണിനെ ഉമർ കേൾക്കാതിരിക്കെ ഇതാ ചോദ്യം. സഹാബത്തിനോടുള്ള ചോദ്യമാണ്, അയസ്മഉ റബ്ബുൽ ആലമീന ഖൗലഹാ വലാ യസ്മഉ ഉമർ? അല്ലാഹു ഇടപെട്ട പെണ്ണ്, അല്ലാഹു കേട്ട പെണ്ണിനെ ഉമർ കേൾക്കാതിരിക്കെ ആ ഖൗല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉമറിന് ഉപദേശിച്ചാലും ഉമർ റളിയല്ലാഹു തആല നിന്ന് കേൾക്കുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്? പെണ്ണിന്റെ സ്വാതന്ത്ര്യം പോലും വിളിച്ചു പറഞ്ഞാൽ അവളെ ആട്ടിയോടിക്കുകയും അവളെ സൈബർ അറ്റാക്കുകൾ നടത്തുന്ന കാലത്താണ്. പരിശുദ്ധ റസൂലിന്റെ മുമ്പിൽ വേവലാതിപ്പെട്ട ഒരു പെണ്ണ്, ആ സൂറത്തിന്റെ പേര് നോക്കൂ, സൂറത്ത് മുജാദല എന്നാണ്. എന്താ മുജാദലിന്റെ അർത്ഥം? തർക്കിക്കുന്നവൾ. അല്ലാഹു ആ സൂറയ്ക്ക് ഈ പെണ്ണിന്റെ പേര് പോലും കൊടുത്തു, ഖൗല ബീവിയുടെ, തർക്കിക്കുന്ന പെണ്ണ്. അതാണ് ആ സൂറയുടെ പേര് പോലും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. പരിശുദ്ധ റസൂൽ പരിശുദ്ധമായ ദീൻ പെണ്ണിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത പ്രധാനപ്പെട്ട മേഖലയാണ് പെണ്ണിനെ കല്യാണം കഴിക്കുക, മഹർ കൊടുക്കണം, വിവാഹമൂല്യം കൊടുക്കണം. വിവാഹമൂല്യം, മഹർ ആ പെണ്ണിന്റെ അവകാശമാണ്. പരിശുദ്ധമായ ദീനിന്റെ കാഴ്ചപ്പാടിൽ മഹർ നിശ്ചയിക്കേണ്ടത് പെണ്ണാണ്. അങ്ങനെയാണ് മസല. പെണ്ണാണ് തീരുമാനിക്കേണ്ടത്, എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് ഇത്ര പവൻ വേണം, അല്ലെങ്കിൽ ഇന്നത് വേണം, ഇത്ര പവൻ, അല്ലെങ്കിൽ എന്താണ് പെണ്ണ് ആവശ്യപ്പെടുന്നത്, മൂല്യമുള്ള ഏത് വസ്തു. പക്ഷെ നമ്മുടെ നാട്ടിന്റെ സാഹചര്യങ്ങൾ അങ്ങനെ അല്ലാന്നേ ഉള്ളൂ. സാധാരണ കൊടുക്കുന്ന പോലെ അത് പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്നു, അവർ സ്വീകരിക്കുന്നു. ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് പറയാൻ, എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ ഇന്ന സാധനങ്ങളൊക്കെ എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്തിരിക്കണം. പരിശുദ്ധമായ ദീൻ അങ്ങനെ ഒരു മേഖല കൂടി പെണ്ണിന്റെ മുമ്പിൽ തുറക്കപ്പെട്ടു.
ഉമർ റളിയല്ലാഹു അൻഹു നമ്മൾ അവതരിപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നോക്കൂ, അന്നത്തെ യുവാക്കൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പരാതി ബോധിപ്പിച്ചു. ആ പരാതിയിൽ ഇങ്ങനെയായിരുന്നു: പെണ്ണുങ്ങൾ മഹർ ധാരാളമായി ചോദിക്കുന്നു, കൊടുക്കാൻ പ്രയാസമുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഖതബ ഉമർ റളിയല്ലാഹു തആല ഉമർ റളിയല്ലാഹു അൻഹു ആണുങ്ങളുടെ പ്രയാസം, യുവാക്കളുടെ പ്രയാസം കേട്ടപ്പോൾ എന്നാൽ അതിലൊരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു. മിമ്പറിൽ കയറി പ്രസംഗിച്ചു. മൊത്തത്തിലൊരു പ്രഖ്യാപനം നടത്തി. നിങ്ങൾ ധാരാളമായി മഹർ ചോദിക്കരുത്, ധാരാളമായി മഹർ കൊടുക്കരുത്. മഹർ കൊടുക്കുമ്പോൾ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാർക്ക് കൊടുത്തിരുന്ന ഇസ്നതൈ അശറ മുഖിയ, അത് നിങ്ങൾ കൊടുക്കുക. അതൊരു മാന്യമായ മഹറാണ്. അത് നമ്മുടെ കണക്ക് പ്രകാരം 480 ദിർഹം. അത് നിങ്ങൾ കൊടുക്കുക എന്ന് ഉമർ റളിയല്ലാഹു തആല പ്രസംഗിച്ചു. പെണ്ണുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ധാരാളമായി മഹർ ചോദിക്കല്ലേ, ആണുങ്ങൾക്ക് പ്രയാസമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഒരു പെണ്ണ് എഴുന്നേറ്റുന്നുണ്ട്. സദസ്സൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്. ഉമർ തങ്ങളുടെ ഈ പ്രഖ്യാപനം വന്നപ്പോൾ ഒരു പെണ്ണ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. സൂറത്തുൻ നിസാഇന്റെ 20-ാമത്തെ ആയത്തിൽ ഇമാം ഖുർത്തുബി അടക്കമുള്ള എല്ലാ മുഫസ്സിരികളും, മഹാഭൂരിപക്ഷ മുഫസ്സിരികളും ഈ സംഭവം ഉദ്ധരിക്കുന്നു. ആ പെണ്ണ് എഴുന്നേറ്റ് നിന്നിട്ട് ഉമർ തങ്ങളോട് ചോദിച്ചു, യാ ഉമർ, ഉമറേ, യുഅ്ദീനല്ലാഹു വതഹ്രിമുനാ, അല്ലാഹു ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതിന് നിങ്ങൾ ഹറാമാക്കണം. ചോദ്യം. പെണ്ണുങ്ങൾ കൂടുതൽ ചോദിക്കരുത് എന്ന് പറഞ്ഞപ്പോ അല്ലാഹു അനുവദിച്ചതിനെ, അല്ലാഹു ഞങ്ങൾക്ക് നൽകുന്നതിനെ, തന്നതിനെ നിങ്ങൾ നിഷിദ്ധമാക്കുകയാണോ? എന്നിട്ട് ആ പെണ്ണ് ഇങ്ങനെ ഓതിക്കൊടുത്തു, അലൈസല്ലാഹു സുബ്ഹാനഹു വ തആല യഖൂൽ, അല്ലാഹു പറയുന്നത് കേട്ടിട്ടില്ലേ, വആതൈതും ഇഹ്ദാഹുന്ന ഖിൻതാറൻ ഫലാ തഖ്ദൂ മിൻഹു ശൈആ. പെണ്ണിനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഖിൻതാർ നിങ്ങൾ നൽകി കൊടുക്കുക, ഒരുപാട് മൂല്യം കൊടുത്ത് മഹർ നിശ്ചയിച്ചുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കുക എന്ന്, അത് പെണ്ണിന് കൊടുക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ അതിന്റെ വിശാലമായ അർത്ഥം പറയില്ല, സാരാംശം പറഞ്ഞു പോകുക. വ്യത്യസ്ത നിവേദനങ്ങളിൽ ഇങ്ങനെയും കാണാം. ഇത് കേട്ടപ്പോൾ ഉമർ തങ്ങൾ വീണ്ടും ആളുകൾ ഒരുമിച്ച് കൂട്ടി ഉടനെ തന്നെ മിമ്പറിലേക്ക് കയറി. എന്നിട്ട് പറഞ്ഞു, ഉമറിന് തെറ്റുപറ്റി, പെണ്ണിന് ശരിയും തോന്നി, ഉമറിന് തെറ്റുപറ്റി. അതുകൊണ്ട് പെണ്ണുങ്ങൾ നിങ്ങൾ ചോദിച്ചോടി, നിങ്ങളെ മഹർ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ചോദിക്കപ്പെടും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. പെണ്ണിന് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ അത് ആര് നിഷേധിച്ചു കഴിഞ്ഞാലും അത് ചോദിക്കപ്പെടണം. ചോദിക്കുമ്പോ അതിനെ മറ്റുള്ള രൂപത്തിലേക്ക് കൊണ്ടുപോയി കുരുത്തക്കേടിന്റെയും മറ്റു വർത്തമാനങ്ങളും പറയൽ പരിശുദ്ധമായ ദീനിൽപ്പെട്ടതല്ല. പെണ്ണിന്റെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടാൽ അത് ചോദ്യം ചെയ്യപ്പെടാം. പെണ്ണിന് കിട്ടേണ്ടുന്ന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് ചോദ്യം ചെയ്യപ്പെടാം. അവിടെ മുതിർന്നവരെന്നോ താഴ്ന്നവരെന്നോ നാട്ടിലെ പ്രമാണിമാരെന്നോ നാട്ടിലെ ഉസ്താദുമാരെന്നോ ഒന്നുമില്ല. ഉമർ തങ്ങളുടെ മുമ്പിൽ ഒരു പെണ്ണിന്റെ അവതരണമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയപ്പോൾ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, കുല്ലുന്നാസി അഫ്ഖഹു മിൻക യാ ഉമർ. ഉമറെ, നിങ്ങളെക്കാൾ വിവരമുള്ള ആളുകളാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്നും കൂടി ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു. പരിശുദ്ധമായ ദീൻ ചിന്തിക്കൂ. പരിശുദ്ധമായ ദീൻ പെണ്ണിന് സ്വാതന്ത്ര്യം നൽകിയിട്ടില്ലേ? സമൂഹത്തിലെ ഏറ്റവും വലിയ അറിയപ്പെട്ട ആദരിക്കപ്പെടുന്ന വലിയ വലിയ ആളുകൾ ഇന്ന് ഹേമ കമ്മീഷന്റെ മുമ്പിൽ അടിയറവ് വെച്ചിരിക്കുക. ആലോചിക്കുന്നത് നല്ലതാണ്. എല്ലാ നിലക്കും പെണ്ണിനെ ഇല്ലായ്മ ചെയ്യുന്ന സമൂഹത്തിന്റെ മുമ്പിലാണ് പരിശുദ്ധമായ ദീൻ ഇങ്ങനെയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് പരിശുദ്ധമായ ഇസ്ലാം അതിന്റെ എല്ലാ സ്രോതസ്സുകളിലും കൊണ്ടുവന്ന് സമൂഹത്തെ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഹൈദിന്റെ സമയത്തുള്ള ആർത്തവകാരിയായ പെണ്ണിനോട് പരിശുദ്ധമായ ദീനിന്റെ കാഴ്ചപ്പാട് എന്താണ്? ആർത്തവകാരിയായ പെണ്ണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പലരും വിശ്വസിക്കുന്നുണ്ടല്ലോ, ആർത്തവകാരിയായ പെണ്ണ് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല,
ആർത്തവകാരിയായ പെണ്ണിന്റെ കൂടെ കിടക്കാൻ പാടില്ല. ആർത്തവകാരിയായ പെണ്ണ് ആ വീട്ടിൽ നിന്ന് തന്നെ പുറത്തു കിടക്കുക. അത് ജാഹിലിയ്യ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. പരിശുദ്ധ റസൂലിന്റെ മുമ്പിൽ സഹാബിമാർ ചിലർ വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, ആർത്തവകാരിയായ പെണ്ണിന്റെ വിഷയത്തിൽ എന്താണ് തീരുമാനം? ജാഹിലിയ്യത്തിൽ ഇങ്ങനെയൊക്കെയാണ്, പെണ്ണ് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല, കൂടെ കിടക്കാൻ പാടില്ല, വീട്ടിൽ തന്നെ പാടില്ലെന്നാണല്ലോ. ധർമ്മസ്ഥലയിൽ എത്രയോ പെൺകുട്ടികൾ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് പഠിക്കേണ്ടത്. 400-ലധികം കുട്ടികളെ ഇന്നും ആരാധനാ കേന്ദ്രത്തിന്റെ പിറകിൽ അതിന്റെ ചുറ്റുപാടുകൾ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധമായ ഇസ്ലാം ഉടനെ പറഞ്ഞു കൊടുത്തു, പരിശുദ്ധ നബിയെ, നിങ്ങളുടെ മുമ്പിൽ വന്ന് ചിലരിത ആർത്തവകാരിയായ പെണ്ണിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ ആർത്തവ രക്തം അത് നിഷിദ്ധമായ കേടുവന്ന മ്ലേച്ഛമായ രക്തമാണ്. പെണ്ണിനെ മ്ലേച്ഛമായി കണ്ടിരുന്ന സമൂഹത്തോട് അള്ളാഹു ഇടപെട്ടിട്ട് പറഞ്ഞു, പെണ്ണല്ല മ്ലേച്ഛം, പെണ്ണിൽ നിന്ന് പുറത്തു വരുന്ന ആർത്തവ രക്തമാണ് മ്ലേച്ഛം. അതുകൊണ്ട് ആ പെണ്ണിനെ നിങ്ങൾ കൂടെ ഇരുത്തു. ആ സമയത്താണ് മറ്റുള്ള സമയങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളോട് പെണ്ണിനോട് സൗമ്യമായി സ്നേഹത്തോടും കൂടി തന്നെ വിടേണ്ടത്. ആ സമയത്ത് നിങ്ങൾ കൂടുതൽ നേരോടെ കൂടെ ഇരിക്കണം, അവരെ ചേർത്ത് പിടിക്കണം, കൂടെ കിടത്തണം, കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. നിങ്ങളുടെ ശാരീരിക ബന്ധമാകുമ്പോൾ ഇത് നിന്നതിന്റെ ശേഷമായിക്കോട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ നിർത്തുന്നു. അല്ലാഹു നമ്മളെ ഏറ്റെടുക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇങ്ങനെ ഒരുപാട് വായനകൾ നമുക്ക് നടത്താൻ പറ്റും, ഒരുപാട് മേഖലകളിലൂടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് അവകാശങ്ങളൊക്കെ കൊടുത്ത് സ്ത്രീകളെ അരികുവൽക്കരിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്നു. അതിന് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്തു എന്നാണ്. വിധവാ വിവാഹം അത് നടക്കാത്തൊരു കാലമായിരുന്നു ജാഹിലിയ്യ കാലഘട്ടം. വിധവകളെ കല്യാണം കഴിക്കും, സതീ സമ്പ്രദായം നമ്മുടെ നാട്ടിലൊക്കെ നടന്നതാണല്ലോ. ഭർത്താവ് മരിച്ചു പോയാൽ ആ ഭർത്താവ് മരിച്ചതിന്റെ കാരണം ഈ പെണ്ണാണ് എന്ന് പെണ്ണിന് വൈചാരുന്ന കാലം. ഭർത്താവ് കത്തിയമരുന്ന ചിതയിലേക്ക് പെണ്ണ് ചാടി മരിച്ചോളണം, ജീവനുള്ള പെണ്ണ്. 1934 കേരളത്തിൽ ആദ്യമായി വിധവാ വിവാഹം നടക്കുന്നത്. ചരിത്രത്തിൽ ആദ്യം 1934 കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നമ്പൂതിരി കുടുംബത്തിലാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ചരിത്രങ്ങളൊക്കെ പഠിച്ചു നോക്കൂ. ഒരു പെണ്ണൊഴികെ എല്ലാം വിധവകളാണ്. ഒരു പെണ്ണൊഴികെ എല്ലാം വിധവകളാണ്. വിധവകളെ കല്യാണം കഴിക്കാമെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ റസൂൽ പ്രതിപാദനനായ പ്രവാചകരാണ്. ആ പ്രവാചകരെ വായിക്കുക. വ്യത്യസ്ത മേഖലകളിലൂടെ, വ്യത്യസ്ത തലങ്ങളിലൂടെ, വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ പരിശുദ്ധ റസൂലിനെ വായിക്കുക, പഠിക്കുക. ഹബീബ് ഇഷ്ടപ്പെടുന്ന മുഹിബ്ബീകൾ നമ്മൾക്ക് ഉൾപ്പെടുക. അല്ലാഹു നമ്മളെ ഏറ്റെടുക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ മാസവും നടത്തി വരാറുള്ള മജ്‌ലിസിൽ